ഈശ്വര രക്ഷിക്കണേ. ഓട്ടം കിട്ടണേ. നല്ല ശകുനം. രുക്മിണി ഉടുത്തൊരുങ്ങി എന്നെ കൂടെ വോൾവോ ബസ് പോകുന്ന പോലെ എങ്ങാട്ടാ രുക്മിണിയെ? ഞാനിപ്പോ മാത്തുക്കുട്ടിയച്ഛന്റെ സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോവല്ലേ. ഡ്രൈവിംഗ്? എന്തോന്ന് ഡ്രൈവിംഗ്? ഓട്ടോ ഡ്രൈവിംഗ്. ഓട്ടോ ഡ്രൈവിംഗ് പഠിച്ച വനിതകൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഈ തങ്കപ്പേട്ടൻ പഠിപ്പിച്ചു തരുന്നില്ലേ ഡ്രൈവിംഗ്? ഒരിക്കൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നത് ഓർമ്മയുണ്ടല്ലോ. നാട്ടുകാര് അതൊക്കെ പറ. അതൊക്കെ അന്തക്കാലം. ഇപ്പൊ തങ്കപ്പൻ ഡീസന്റ്. വടക്കേല് ശാരദ പറഞ്ഞു ഇപ്പോഴത്തെ ഡീസന്റ്. അപ്പൊ അവളും തുടങ്ങിയ വാർത്താ ചാനല്. വിശ്വസിക്കരുത്, പച്ച കളവ. ഡ്രൈവിംഗ് പഠിക്കുന്നതൊക്കെ കൊള്ളാം. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ തുറന്നോട്ട് എന്റെ ലൈസൻസ് കീറരുത്. ഹലോ, ആ നാളെ തന്നെ എത്തിച്ചേക്കാം. എന്ത് ചിട്ടിപ്പൈസയാ തങ്കപ്പേട്ട? നാളെ തന്നെ എത്തിച്ചേക്കണം. ചിട്ടി എന്ന് പിടിക്കാൻ പറ്റും? പറയാന്നേ. ഓ, ഡ്രൈവിംഗ് ആശാന്റെ ഒരു ഭാഗ്യം. കൊച്ചിയിലെ കാറാണല്ലോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇറങ്ങി വരണം. പുറം നാട്ടുകാർക്ക് മലാക്ക കോളനിയിലേക്കുള്ള പ്രവേശനം ഇതുവരെ ഉള്ളൂ. സാർ ആരാ, ഏതാ, എന്തിനാ, എവിടുന്നാ? ഞാൻ കൊച്ചിയിലെ നൈനാൻസ് ഫൈനാൻസിന്റെ മാനേജർ രാജൻ മേനോൻ. ശരവണ്ണനെ കാണാൻ വന്ന. എന്താ കാര്യം? അതൊരു പേഴ്സണൽ മാറ്ററാ. പുറം നാട്ടുകാർക്ക് ശരവണ്ണനെ കാണണമെന്നുണ്ടെങ്കിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതാ ബാഗ്. ഓ താങ്ക്സ്. താനെന്താ വജ്രം കൈമാറി ജോസ് പ്രാശ് കളിക്കണോ? മാറ്. നമസ്കാരം. ഇവരാ ഞാൻ പറഞ്ഞ താമസക്കാര്. എന്റെ നാട്ടുകാരാ. തന്റെ നാട്? എന്റെ നാട് കോഴിക്കോട് മുടിക്കല്. കോഴിക്കോട് മുടിപ്പിക്കേ? തന്റെ ജോലിയല്ല ചോദിച്ചത്, താമസിക്കുന്ന സ്ഥലാ. അത് തന്നെ ഞാൻ പറഞ്ഞത്. കോഴിക്കോട് ജില്ലയില് മുടിക്കൽ താലൂക്കില് നമ്മുടെ സിനിമയുടെ മാമുക്കോയുടെ വീടിന്റെ അടുത്താ. മാമുക്കോയെ അരക്കിണറ് ഞാൻ. മതി മതി. ഇത് തങ്കപ്പൻ, ബാങ്കിലെ ജോലി. ഇതെന്റെ ഭാര്യ ഉരുള, സരള. ഇത് ശരവണൻ, തങ്കപ്പന്റെ സഹോദരനാ. ബിസിനസ്സാ, മിക്കവാറും ടൂറിലായിരിക്കും. അല്ല, വീട് കാണണ്ടേ? വേണ്ട, വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പണയത്തിനാണെങ്കിൽ ആലോചിക്കാം. റഹ്മാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശ ഒരു മിനിറ്റ്. തിന്നല്ലേ? എന്താ മോളെ? കണ്ടിട്ട് അത്ര നല്ല പാർട്ടിയല്ല, എന്തേലും പറഞ്ഞു ഒഴിവാക്ക്. ദേ, പഴയ താമസക്കാരുടെ പണയത്തുക തിരിച്ചു കൊടുക്കാനുള്ള പല അവധികളും തെറ്റിയിരിക്കുക. ഇവരാണെങ്കിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരും. ഇതുപോലെ വേറൊരു പാർട്ടിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അവധി തെറ്റിയ ഇനിയും പഴയ താമസക്കാരെന്ന് ബഹളം ഉണ്ടാക്കും. മുമ്പത്തെ പോലെ ഒരു കോംപ്രമൈസിനൊന്നും എന്നെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ തടിതപ്പും. കൊടുത്തേക്കും മോളെ. പുതിയ ഒരാളെ കണ്ടുപിടിക്കാന്ന് വെച്ചാ ഇവിടെ താമസിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. രാത്രി 9 മണിക്ക് ഗേറ്റ് അടയ്ക്കും. എന്തിന് 8:30? കറണ്ടിനും വെള്ളത്തിനും 1 മീറ്ററാ. ബില്ല് വരുന്നതിന്റെ. പിന്നെ പ്രായമായ 2 പെൺകുട്ടികൾ താമസിക്കുന്ന വീടായിരുന്നു. അത് ഞങ്ങളില്ലേ. ചുറ്റും നല്ല ഫാമിലീസാ. ഞങ്ങളും നല്ല ഫാമിലീസാ. അല്ല, അത് ഇതും പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. അത് പിന്നെ ഇതുപോലുള്ളൊരു നല്ല ഫാമിലിക്കൊപ്പം താമസിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷ അല്ലേ തങ്കപ്പെട്ട? സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ എഗ്രിമെന്റ് എഴുതാം. പൈസ കൊടുത്തേ. പറഞ്ഞ തുകയുണ്ട്. ഈശ്വര, എഗ്രിമെന്റ് എഴുതിയ പേപ്പർ റഹ്മാന്റെ കൊടുത്തയക്കാം. മോളെ, ആ താക്കോലിങ്ങെടുക്ക്. ഇയാളെന്ന് ഞാൻ ഒരു ഒളിച്ചു നോട്ടം. കരാർ പ്രകാരം തന്നിട്ട് അഡ്വാൻസ്
അഡ്വാൻസേ 3 ദിവസത്തേക്ക് മാത്രം ഉള്ളതാ. അത് കൂടുതൽ ദിവസം ഈ വായി നോക്കിയൊരു ഭാര്യയായിട്ട് കഴിയണമെങ്കിലേ നാളെ എനിക്ക് ബാക്കി കാശ് തരണം. റഹ്മാൻ ഏറ്റതാ. ആ പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോ ഇരുട്ടത്ത് പാത്ത് എന്നെ തൊടാനോ പിടിക്കാനോ വന്നാലുണ്ടല്ലോ, എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളൊക്കെ അറിയും. താനും കൂടി കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ വന്നപ്പോ മുതൽ ഒരുമാതിരി വെള്ളം ഒലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടം തുടങ്ങിയ. ഓ എന്തൊരു മാന്യന്മാര്. റഹ്മാനെ നീ വിളി വിളിച്ചോണ്ട് പോണ്ട. തരാനുള്ള കാശ് തന്നാ ഞാനിവിടുന്ന് പോയേക്കാം. എത്രയാന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അവളെ വിളിച്ച് പോവാം. പക്ഷെ അതിന്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ നിക്കണോ പോണോ? എന്റെ പൊന്ന് സരള, നീ ഒന്ന് അടങ്ങ്. പോകണ്ടെങ്കി വേണ്ട, എന്നെ കോട്ടയും എടുക്കും. കോട്ട് ഓവർ കോട്ട്. രണ്ട് പരപുരുഷന്മാരുടെ ഇടയിൽ ഒറ്റക്ക് താമസിക്കല്ലേ? സരളെ മോനെ, ഞാൻ കൂടെ പോണോ? ഇവിടെ ഇതാ കോട്ട, കോട്ട കോട്ട. അല്ല എന്താ പരിപാടി? 1.5 അടിക്കാൻ പോലും കിട്ടാത്ത 1-ാം തീയതിയാ ഇന്ന്. ബാച്ചിലേഴ്സിന് ഫാമിലി ആക്കുന്ന ഈ മുച്ചീട്ട് റഹ്മാനി എന്തൊന്നാം തീയതി? എടാ മുച്ചിട്ട് സത്യം പറ, നിനക്ക് ഐഡി വെട്ട് സാധനത്തിന് എവിടെ നീട്ടി? അതൊരു വലിയ കഥയാ. ചുരുക്കി പറ. മുംബൈയിലെ ബാറിലായിരുന്നു സരളക്ക് ജോലി. ജോലി എന്ന് വെച്ചാൽ ക്യാമറ ഡാൻസ്. ക്യാമറ നിർത്തിയപ്പോ അവള് കൊച്ചിയിലെത്തി. ഉർവശി ഷാബ് ഉപകാരം എന്ന് പറഞ്ഞ പോലെ എന്റെ ഉർവശി ഇപ്പൊ സരളയാ. ഈ വെളുപ്പകാലത്ത് ആരാണോ? ആരാത്? ആ മല്യം കടുകാരിക്കുള്ളൂ. ചേട്ടന് ഈ രൂപത്തിൽ കണ്ട അവര് ഞെട്ടിത്തെറിക്കും. ഞാൻ പോയി തുറക്കവാതില്ലേ. 1 കൊല്ലം ഇവിടെ കഴിയാനുള്ളതാ. ഇപ്പോഴേ പിള്ളേര് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇന്നലെ വന്നു കയറി നിരങ്ങി പോലെ അങ്ങ് നിരങ്ങും. ഓ ഇതൊരു കീറാമുട്ടാണല്ലോ. അല്ല വേണ്ട, താൻ പോയി തുറക്ക്. എന്റെ ഈ സ്റ്റീൽ ബോഡി കാണിച്ച ശരിയാവില്ല. കെട്ടുപ്രായം കഴിഞ്ഞേക്കുന്നത് പിള്ളേരാ, പലതും അറിയാതൊക്കെ തോന്നിപ്പോവും. ഒരു ജിമിനീഷേ. സരളെ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇറങ്ങി വേണം. എന്താണ് നിന്റെ പേര്? മുജീബ് റഹ്മാൻ. ആരുടെ അവള്? എന്റെ പെങ്ങളാണ് സരള. റഹ്മാന്റെ പെങ്ങള് സരള. സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല മതസൗഹാർദ്ദം. സാർ, ഇതെന്റെ കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. പെങ്ങളെ പോലെ? പെങ്ങളല്ലല്ലോ. ആണോ? സത്യം പറ, ആരാ അവള്? മുമ്പ് മുംബൈയിലെ ബാർ ഡാൻസർ ആയിരുന്നു. ഇപ്പോ റെന്റെ വൈഫായിട്ട് ജോലി ചെയ്യുന്നു. റെന്റെ കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. റെന്റെ വൈഫ് കൊള്ളാം, നല്ല ബെസ്റ്റ് ബിസിനസ്. എന്താ നിനക്ക് ഇവിടെ കാര്യം? അത് വീട് പണിയത്തിനെടുക്കാൻ വേണ്ടി ഭാര്യയായിട്ട് അഭിനയിക്കാൻ പണം തന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ. പണം തന്നാ നീയൊക്കെ എന്തും ചെയ്യും. ആരൊക്കെയാ കൂട്ടുകക്ഷികള്? എവിടെ കൂടാതെ വേറെ എത്ര പെങ്ങന്മാരുണ്ടോ? ഞാനൊരു പാവം ബ്രോക്കറാണ് സാർ. അത് വൈഫിനെ റെന്റിന് വിട്ടപ്പോഴേ മനസ്സിലായി. അയ്യോ, ഇതെന്റെ വൈഫല്ല സാർ, എനിക്ക് റിയൽ എസ്റ്റേറ്റാ. റിയലി? റിയൽ അല്ലേ സാർ, റിയൽ എസ്റ്റേറ്റ്. കളിയാക്കളാ? ആ സാർ, ഇവരുടെ പേരിലാണ് വീട് പണയത്തിന് എടുത്തിരിക്കുന്നത്. അകത്തെന്താ കിണർ കുത്തായിരുന്നോ? എക്സർസൈസ്. നീയൊക്കെ കൂടെ ഇവിടുത്തെ പെണ്ണുങ്ങളെ റെഡ് സ്റ്റേറ്റിൽ എത്തിക്കും. വകുപ്പ് ഇമ്മോറൽ ട്രാഫിക്കാ. എന്താണ് നിനക്കൂടെ പണി? കോൺട്രാക്ടറാ? അല്ല, പച്ച കള്ളമാണ് സർ. ഇന്നലെ ഇയാൾക്ക് ബിസിനസ് ആണെന്നാ പറഞ്ഞത്. താങ്ക് യു ഫോർ ദാറ്റ് വാല്യൂബിൾ ഇൻഫർമേഷൻ. കേസിന് വലിയ തുമ്പുണ്ടാക്കുന്ന ഒരു പോയിന്റ് ആ കുട്ടി പറഞ്ഞത്. എന്താ പേര്? മല്ലിക. ഓ മനസ്സിലായി, ഈ കേസിലെ പരാതിക്കാരി. എന്റെ പേര് ശ്രീനിവാസൻ, SI ശ്രീനിവാസൻ. കണ്ടില്ലേ? ശരവണൻ കോൺട്രാക്ടർ കം ബിസിനസ് മാൻ ആണല്ലേ? കോൺട്രാക്ടർ കം ബിസിനസ്മാൻ അല്ല, അല്ലറ ചില്ലറ പണി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചിന്ന കോൺട്രാക്ടർ. കൊട്ടേഷൻ ബിസിനസ് അങ്ങനെ മലയാളത്തിൽ പറയും. കൂടുതൽ സ്മാർട്ട് ആകാൻ നോക്കണ്ട.
ഐ വോണ്ട് ടോളറേറ്റ് ദിസ് കൈൻഡ് ഓഫ് ഗുണ്ടായിസം. നോക്കി നിൽക്കാതെ എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറണം. സാർ ഞാൻ ഇവള് കുളിച്ചിട്ട് വരാം. നിന്നെ ലോക്കപ്പിലിട്ട് കുളിപ്പിക്കണം. പട്ടി കേറാൻ സർ സാറ് വീണ്ടും കഴിഞ്ഞു. എന്താ കേസാക്കണ്ട, ഇവിടെ നിന്ന് ഒഴിവാക്കിയാ മതി. ഇവര് കുട്ടി ഉപദ്രവിക്കുന്നു പഠിച്ചിട്ടാണോ? അതല്ല സർ, ഇത്തരം കേസിൽ ഞങ്ങൾ കോടതിയിൽ സാക്ഷി പറയാൻ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പിന്നെ പല കഥകളും പറഞ്ഞുണ്ടാക്കും. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? മതി താമസം. പെട്ടിയും പ്രമാണം ഇറങ്ങിക്കല്ല. വീണ്ടും കഴിഞ്ഞു. അങ്ങനെ ഒഴിയാൻ പറ്റില്ല. ഈ വീട് 1 വർഷത്തേക്ക് കരാർ എഴുതി പണയത്തിനെടുത്തവനാ ഞാൻ. കാലാവധി കഴിയാതെ ഇറങ്ങേണ്ടെന്നൊരു വകുപ്പുണ്ട് കരാറില്. ഹൗസ് ഓണർക്ക് താല്പര്യമില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വകുപ്പുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഇവരുടെ പൈസ എങ്ങ് തിരിച്ചു കൊടുക്കൂ. കാശിപ്പ കയ്യിലില്ല, കുറച്ച് ദിവസത്തെ അവധി തരണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോളാം. പൈസ 1 2 അല്ല, 1 ലക്ഷം ഉറുപ്പിക. തൽക്കാലം ഇവര് കാശ് തരുന്നത് വരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. എന്നാ സാറൊരു പണി. സാറ് ഭാര്യയും കുട്ടികളും കൂട്ടി സ്റ്റേഷനിലേക്ക് താമസം മാറും. ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിക്കോളാം. കുട്ടിയൊന്നും വിഷമിക്കണ്ട, ഇവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം. അത് ശരി. ആളെ കണ്ടപ്പോഴേ എനിക്കും തോന്നി. മറക്കല്ലേ. നടക്കടാ. സാറേ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്താടാ? കോൺസ്റ്റബിൾ അംബുജാഷിയുടെ ഗർഭത്തിനുള്ള ഉത്തരവാദി സാറാണെന്നുള്ളത് സാറിന്റെ ഭാര്യയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് വന്നാ മതിയോ? അമ്പുരാക്ഷി എങ്ങനെ അറിയാം? അമ്പുരാശിക്കുള്ള വാടക വീട് ഞാനാ ശരിയാക്കി കൊടുത്തത്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം അഡ്വാൻസ് തുക അറേഞ്ച് ചെയ്യുന്നവരെ ഇവരിവിടെ കഴിഞ്ഞോട്ടെ. പാവങ്ങളാ. ഞാൻ മുടങ്ങി. Come on. അല്ലേ? ഗോവിച്ചട്ടി പാടത്തുന്ന ലോഡ് എപ്പോ എത്തും? ഉച്ചയ്ക്കും എത്തും. എന്താടാ സദാനന്ദ, നീ നിൽക്കുകയാണോ നടക്കുകയാണോ? കളി രോഷത്തോടെ വേണ്ട. ആരാന്ന് നോക്കടാ. നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നാ. ചായ എടുക്കണോ? ആ ഒരു ചായ. ആ ഒരു എക്സ്ട്രാ ഗ്ലാസ് കൂടെ. എന്താടാ റൗണ്ട് ഷൂട്ടി? നമ്മുടെ 8-10 ലോഡുകൾ ഒരാഴ്ചയായിട്ട് ഷെഡിൽ തന്നെയാണോ? ലോഡ് പിടിക്കണ പണി വർഷമില്ലെങ്കിൽ പറഞ്ഞേക്ക്. മാനേജർ സ്റ്റാൻഡിലേക്ക് പണി അറിയാവുന്ന നല്ല പാലക്കാടൻ പട്ടണ പിള്ളേരും ഞാൻ കൊണ്ടുവന്നോളാം. എടാ കാണാരാ, ആ ചാവക്കെട്ടാരുടെ പഴയ കണക്കൊക്കെ ഇങ്ങെടുത്തടാ. വരാപ്പുഴ പള്ളിയിൽ നിന്ന് കുടിയേറ്റം പറഞ്ഞേറ്റ ആളല്ലേ? അല്ല. ആഹാ. ഞാൻ ശരവണൻ, ഫൈനാൻസ് കമ്പനിന്നാ. ജോസേന്റെ ഒരു 8 ലോറികളുടെ CC മുടങ്ങി കിടക്ക. കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ മറന്നാണെങ്കിലേ എന്നേക്ക് അതിന്റെ കുടിശ്ശിക തീർക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടി വന്നതാ. ഞാൻ ഫൈനാൻസ് പൊളിഞ്ഞ കമ്പനിക്ക് ആരടാ TC അടയ്ക്കുന്നത്? നീ ചുമ്മാ നേരം മെനക്കെടുത്താ പോവാൻ നോക്ക്. കണക്ക് കിട്ടിയോടോ? ജോസേന്റെ മുടങ്ങി കിടക്കുന്ന പൈസ അടച്ചാൽ തന്നെ 99 ഫൈനാൻസ് രക്ഷപ്പെടും. എന്നെ ഉപരിച്ച് സമയം കളയാണ്ട് നീ ഇവിടുന്ന് സ്കൂട്ട് ചെയ്യാൻ നോക്ക്. യൂസ് വന്നതൊക്കെ അറ്റാച്ച് ചെയ്യാനാ കമ്പനി തീരുമാനം. കുറച്ചെങ്കിലും അടയ്ക്കണതല്ലേ ബിസിനസിന്റെ ഒരു മാന്യത ജോസേട്ടാ. പട്ടാം വയറ്റില് കുന്നംകുളത്തു നാട് വിട്ട് വന്ന ഞാൻ കൊച്ചിയിൽ അങ്ങാടിയിൽ ഉരിഞ്ഞു വീണ നേന്ത്രക്കായ പറക്ക് വിട്ടോണ്ട് ആ കച്ചവടത്തിന്റെ നേരും നെറിയും പഠിച്ചത്. എന്നെ നീ കച്ചവടം പഠിപ്പിക്കല്ലേ. ജോസേന്റെ വണ്ടികള് ഇപ്പോഴും നാഷണൽ ഹൈവേ കൂടെ തന്നെയല്ലേ ഒട്ടിക്കണേ. നിന്നെ പേടിച്ച് വണ്ടികൾ കട്ടപ്പുറത്ത് കയറ്റണമെങ്കിൽ മരിച്ചുപോയ എന്റെ അപ്പം വെടിക്കാരൻ പ്രാഞ്ചി വീണ്ടും ജനിക്കണം. പാവം പാഞ്ചി അവിടെ കിടക്കട്ടെ. ജോസേട്ട എന്നെ പണി എടുപ്പിച്ചേ അടങ്ങൂ. വേണ്ടടാ മോനെ, പൂരം കുറെ കണ്ടടാ ജോസേട്ടൻ. എന്നാ പിന്നെ കാണാൻ പോണ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തീ ഞാൻ തന്നെ കത്തിക്കാം. ഈ തവണത്തെ പൂരം ജോസേട്ടൻ എന്റെ വക. കാണേണ്ട പൂരമാണെങ്കിൽ ജോസേട്ടൻ കണ്ടിരിക്കുവാടാ മക്കളെ. അപ്പൊ പിന്നെ പൂരപ്പറമ്പിൽ സന്ധിക്കും വരും വടക്കം. വൈകിട്ടെന്താ പരിപാടി? വൈകിട്ടെന്താ പരിപാടിന്ന് ഹലോ, ജോസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എന്റെ പേര് അറുമുഖൻ.
ലോറികൾ ഒഴിവുണ്ടെങ്കിൽ 5-8 ലോഡ് മാങ്ങ ഹൈദരാബാദ് വരെ എത്തിക്കണം. അതിനെന്താ, എത്തിക്കാലോ. ബൈപ്പാസിലെ പേൻ പാർക്കിലോട്ട് വന്നാ മതി. അവിടെ വെച്ച് ലോഡ് കയറ്റ മാങ്ങ. ഓക്കെ, ഇപ്പൊ തന്നെ അയച്ചേക്കാം.